എൻ്റെ ഒരു സംശയം, ഇപ്പോൾ കുറേ ഡാറ്റ പുറത്തു വന്നിട്ടുണ്ട്. അതിലൊന്ന്, താങ്കൾക്കെതിരെ ഒന്ന് രണ്ട് കേസുകൾ ഉണ്ടായിരുന്നു അല്ലേ? അതിൽ ഒരെണ്ണം സമാനമായ രീതിയിൽ അശ്ലീലാംഗ്യം കാണിച്ചു എന്നൊരു കേസ് 2017 രജിസ്റ്റർ ചെയ്തിരുന്നതായി കാണുന്നു. ശരിയാണോ? അങ്ങനെ കേസ് നിലവിലില്ലല്ലോ. 2017 ഒരു FIR ഇട്ടിരുന്നു. ആ FIR എന്റെ കയ്യിലുണ്ട്. നേമത്താണ് സംഭവം നടന്നിരിക്കുന്നത്. 30/3/2017 ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേസ് ഇപ്പോഴും നിലവിലുണ്ടോ? അപ്പൊ തളിയാതിപുരം അങ്ങനെ കേസ് ഉണ്ടായിരുന്നു 2017. കേസ് ഇപ്പോഴും അതന്നെ, കേസ് ഇപ്പോഴും നിലവിലുണ്ടോ? അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ 2017 ഇങ്ങനെ ഒരു FIR ഇട്ടിരുന്നു. അത് വ്യാജമാണോ എന്ന് അറിയാനാണ് ഞാൻ ചോദിക്കുന്നത്. യദു, എന്റെ കയ്യിലിരിക്കുന്ന FIR വ്യാജമാണോ? അത് വ്യാജമാണ്. അത് ഇവരെ പാർട്ടിക്കാരി തന്നെയാണ്. ഇവരെ പാർട്ടിയിലുള്ള ഒരു ലേഡിയാണ് അത് ചെയ്തിട്ടുള്ളത്. അതായത് 30/3/2017 ഇവരുടെ പാർട്ടിയിലുള്ള, അതായത് CPM അനുഭാവിയായ ഒരു വനിത താങ്കൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് 2017. കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. വനിതയല്ല, വനിതയുടെ ഹസ്ബൻഡിന്റെ സഹോദരനുമായിട്ട് ഇവിടെ അടിയും പിടിയും ഒക്കെ ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ആയി, ചെറിയ സംസാരമൊക്കെ ആയി. അവർ പാർട്ടി ബേസിൽ ഇടപെട്ടു. പിന്നെ വനിത അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എൻ്റെ പേരിൽ പരാതി കൊടുത്തിരുന്നത്. അപ്പോൾ വനിതയെ പ്രതി അന്യായമായി തടഞ്ഞു നിർത്തി ഈ അശ്ലീലാംഗ്യം കാണിക്കുകയും പിന്നീട് വളരെ അശ്ലീലമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു എന്നാണ് FIR-ൽ പരാമർശിക്കുന്നത്. ആ കേസ് പിന്നീട് എന്ത് സംഭവിച്ചു? കേസ് ഒത്തുതീർന്നോ? FIR-ൽ അത് ഇവരെ പാർട്ടിയല്ലേ അതെല്ലാം പറയുന്നത്. പാർട്ടിക്കാരൊക്കെ എന്ത് പറയാം, അവരെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാറുമില്ല. ഇവരുടെ പാർട്ടിയാണ് എന്ന് പറയുമ്പോൾ യദുവിന്റെ പാർട്ടി ഏതാണ്? എനിക്കൊരു പാർട്ടിയും ഇല്ല. ഒരു പാർട്ടിയും ഞാൻ അംഗവുമല്ല, ഒരു പാർട്ടിയിലും ഇല്ല. ശരി. അപ്പോൾ യദുവിന് 2017 ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു. പിന്നീട് 2022 ഈ റാഷ് ഡ്രൈവിംഗിന്റെ പേരിൽ ഒരു യാത്രിക ഒരു കേസ് കൊടുത്തു എന്നറിയുന്നു. ഉണ്ടോ? യാത്രിക കേസ് കൊടുത്തെന്നുള്ള എനിക്ക് അറിയത്തില്ല. താങ്കൾക്കെതിരെ റാഷ് ഡ്രൈവിംഗിന്റെ പേരിൽ എപ്പോഴെങ്കിലും ഒരു കേസ് വന്നിട്ടുണ്ടോ? ഇല്ല, യാത്രിക കേസ് കൊടുത്ത ഒരു കേസില്ല. പക്ഷേ തമ്പാനൂർ വെച്ച് ഞാൻ പ്രൈവറ്റ് ബസ് ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു KSRTC ബസ് പെട്ടെന്ന് ഒരു ബ്രേക്ക് പിടിച്ച് ഒരു കാറിൽ ഇടിച്ചതിൻ്റെ ബാക്കിൽ KSRTCയുടെ ബാക്കിൽ കൊണ്ട് ഇടിച്ച ഒരു കേസുണ്ടായിരുന്നു. അത് കേസായിട്ട് പോയിട്ടില്ല, അത് എല്ലാം കഴിഞ്ഞതാണ്. ഓക്കെ. അപ്പൊ യദു, ഈ യാത്രിക ഇങ്ങനെ പറഞ്ഞ ഒരു കേസൊന്നും ഇല്ല. അപ്പം റാഷ് ഡ്രൈവിംഗിന്റെ പേരിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനൊരു FIR 2017. ഇത് രണ്ടുമാണ് ഇപ്പോൾ സൈബർ കേന്ദ്രങ്ങളിൽ പ്രചരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, താങ്കൾ ഈ വാഹനം നിർത്തി ഇവർ പുറത്തിറങ്ങി വന്ന് ചോദിക്കുമ്പോൾ ഇവരോട് മോശമായി സംസാരിച്ചു എന്നാണ് MLA-യും ഒപ്പം തന്നെ മേയറിന്റെ ബന്ധുക്കളും ആരോപിക്കുന്നത്. അതായത് അതിനുശേഷം എന്തിനാണ് പിന്നീട് ഈ മേയറെ ടെലിഫോണിൽ വിളിച്ച് സംസാരിച്ചത്? ഞാൻ മോശമായിട്ട് സംസാരിച്ചെന്ന് പറയുന്നത് അത് ചുമ്മയാണ്. മോശമായിട്ട് സംസാരിച്ചെങ്കിൽ ആ വീഡിയോയിൽ എല്ലാ മാധ്യമങ്ങളിലും വീഡിയോ ഷെയർ ആയതാണ്. മോശമായിട്ട് ഞാൻ സംസാരിച്ച ഒരു വീഡിയോയിലും ഇല്ല. എൻ്റെ അടുത്ത് മോശമായിട്ട് മേയറുടെ ഹസ്ബൻഡും ആ സഹോദരന്മാരും മോശമായിട്ട് സംസാരിച്ച ആ വീഡിയോയിലുണ്ട്. വേറെ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഒരു രാത്രിയിൽ അത് എൻ്റെ അടുത്ത് പോലീസുകാർ പറഞ്ഞു, നീ കളക്ടറോ മുഖ്യമന്ത്രിയോ അല്ല, അപ്പോൾ നിൻ്റെ ഈ പവർ അത്രേ ഉള്ളൂ, ഡ്രൈവർ എന്നുള്ള പവറേ ഉള്ളൂ. അപ്പം നീ തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് സോറി ചോദിക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മാഡം ക്ഷമിച്ച് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകില്ല. അവർക്ക് ആ ഒരു ഹെഡ് വെയിറ്റ്, അവർ മേയർ എന്നുള്ള പദവി, നീ മേയർ എന്ന് പറയാതെ അവർ മേയർ ആണെന്ന് അറിഞ്ഞുകൂടാതെ ഇങ്ങനെ സംസാരിച്ചില്ല. അവർക്ക് ആ ഒരു ക്ഷീണം കൊണ്ടാണ് അവർ ഇത്രയും പരാതി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അതായത് പോലീസ് അങ്ങനത്തെ രീതിയിലാണ് അവര് നിർബന്ധിപ്പിച്ചല്ല, അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു അഭിപ്രായം പറഞ്ഞു, നീ വിളിച്ച് നോക്ക് എന്ന് പറഞ്ഞു. അല്ല, യദു തെറ്റു ചെയ്യാത്ത സ്ഥിതിക്ക് യദുവിനെ വിളിച്ച് മാപ്പ് പറയേണ്ട കാര്യമില്ലല്ലോ. തെറ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പോലും എനിക്ക് ഈ ഇവരെ പോലെ കളക്ടറിൻ്റെയോ സർക്കാരിൻ്റെയോ ഒരു ഇപ്പം തന്നെ ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ഇത്രയും കേൾക്കേണ്ടി വന്നില്ലേ. അപ്പോൾ ഇത്രയും പവറൊന്നും എനിക്കില്ല. അവർക്ക് എന്ത് വേണോ ന്യായീകരിക്കുക, എന്ത് വേണോ കേസും അതും ഇതൊക്കെ. ഇവരെ കേസും ഇവരൊക്കെ പഴയ രീതിയിലൊക്കെ DFIയിലും SFIയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇവരെന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ എടുക്കാൻ പോയിട്ടില്ല. എനിക്കതിന് പവറില്ല, എനിക്കതിനുള്ള പിടിപാടില്ല, സാമ്പത്തികമില്ല, ഒന്നുമില്ല.
വെറും 715 രൂപയ്ക്ക് ബസ് ഓടിക്കാൻ വന്ന അല്ല അത് ഡ്രൈവർ മാത്രം. അത് ശരിയാണ്. പക്ഷേ യദു ഈ ഫോൺ കൂടി ചെയ്തതോടുകൂടി യദു പ്രതിരോധത്തിലായി. കാരണം ഈ ആ ഫോൺ സംഭാഷണത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അതിലൊരു ഭാഗത്ത് യദു പറയുന്നുണ്ട്, മാഡം ആരാണെന്ന് എനിക്കറിയാമായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയുമായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാഡം ഇപ്പോൾ ഒരു മേയർ ആണെങ്കിലും ഒരു സാധാരണക്കാരി ആണെങ്കിലും എന്തോ പറയാൻ അരുതാത്തത് പറഞ്ഞു യദു എന്നുള്ളൊരു സൂചന ആ സംഭാഷണത്തിലുണ്ട്. പറയാൻ അരുതാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വേറെ ഒന്നുമല്ല. പറയാൻ അരുതാത്തതായിട്ടൊന്നുമില്ല. ഞാൻ അവരെല്ലാവരും യാത്രക്കാരിരിക്കെ തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ ആരായാലും എനിക്കെന്ത് എന്ന് പറഞ്ഞതാണ് ഞാൻ പറയാൻ അരുതാത്തത്. മേയറായിരുന്നെന്ന് പറഞ്ഞിരുന്നതിന് മുമ്പ് പറഞ്ഞതാണ് ആ ഒരു കാര്യം. അതാണ് ഞാൻ പറയാൻ അരുതാത്തതെന്ന് പറഞ്ഞത്. അപ്പോൾ വിളിച്ച് സോറി പറഞ്ഞു. സോറി പറഞ്ഞപ്പോൾ അപ്പോഴെന്താണ് മേയർ പറഞ്ഞത്? ആ മേയർ പറഞ്ഞത് എന്താണ് പറഞ്ഞത്, നിങ്ങൾ കോടതിയിൽ പോയി നീതി നേടിക്കോളൂ, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ ഈ സോറി പറയാൻ വിളിച്ചതോടുകൂടി യഥാർത്ഥത്തിൽ യദുവിന്റെ ഒരു ഡിഫൻസ് പൊളിഞ്ഞുപോയി. എൻ്റെ ഡിഫൻസ് പൊളിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എങ്ങനെ. അതായത് യദു ഇപ്പോൾ ഒരു കുറ്റം ചെയ്തത് സമ്മതിക്കുന്ന മട്ടിലാണല്ലോ ആ സംഭാഷണത്തിൽ ഈ മേയറോട് സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്തു പോയി, അങ്ങനെ അറിഞ്ഞില്ല എന്ന് പറയുന്നതോടുകൂടി നമ്മൾ സാധാരണ ജനങ്ങളല്ലേ, നമ്മൾ മേയറല്ല കളക്ടർ അല്ലല്ലോ. പക്ഷെ ഒരു പൗരനുള്ള അവകാശം നമുക്കുണ്ട്. അതെനിക്ക് മനസ്സിലാവും. പോലീസ് അതിന് പിന്നിൽ, പോലീസ് യദുവിനെ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, വിളിക്കാൻ പറഞ്ഞതിനെ തുടർന്നാണ് യദു വിളിച്ചത് എന്നുള്ളത് ഉറപ്പല്ലേ? അത് ഉറപ്പാണ്. ഏത് പോലീസാണ്, അല്ലെങ്കിൽ ഏത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് യദുവിനോട് അങ്ങനെ പറഞ്ഞത്? കൺട്രോൾമെന്റ് സ്റ്റേഷനാണ്. കൺട്രോൾമെന്റ് സ്റ്റേഷനിൽ ഒരു മാഡമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ ഇത്രയും അവരുടെ അടുത്ത് കയർക്കണ്ടായിരുന്നു, സംസാരിച്ചപ്പോഴത്തേക്ക് മേയറാണെന്ന് അറിഞ്ഞപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞത് മേയറാണെന്ന് ഞാൻ അറിഞ്ഞില്ല, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്രയും കയർത്ത് സംസാരിക്കില്ലേന്ന്. കയർത്ത് സംസാരിച്ചു, ദേഷ്യപ്പെട്ട് സംസാരിച്ചു. എൻ്റെ അപ്പൻ്റെ വകയാണോ റോഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻ്റെ അപ്പനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞു, അത്രേ ഉള്ളൂ. ഈ കൂടെയുള്ള കണ്ടക്ടർ ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടോ? താങ്കളുടെ നേരെ ഈ മോശമായ ഭാഷയിൽ ഇവർ സംസാരിച്ചത് കണ്ടക്ടർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടോ? കണ്ടക്ടർ സാക്ഷ്യപ്പെടുത്താൻ കണ്ടക്ടർ ഇന്ന് ഇപ്പം എൻ്റെ കൂടെ ഇല്ല. കണ്ടക്ടർ പറഞ്ഞു അങ്ങനെ. കണ്ടക്ടർ ഞാൻ ആശ്രയില്ല എന്തോ മോശമായിട്ട് കാണിച്ചെന്നല്ലേ പറഞ്ഞത്. കണ്ടക്ടർ ഫ്രണ്ട് ഇരിക്കുകയായിരുന്നു. കണ്ടക്ടർ ഫ്രണ്ട് സീറ്റിൽ ഏറ്റവും എൻ്റെ ഇടത് സൈഡ് സീറ്റ് ഇരിക്കുകയാണ്. എനിക്ക് കണ്ടക്ടറും കാണണ്ടേ എങ്ങനെ കാണിച്ചെന്നുള്ളത്. അപ്പോൾ കണ്ടക്ടർ താങ്കൾക്ക് അനുകൂലമായിട്ടാണോ ഇപ്പോൾ റിപ്പോർട്ടിൽ മൊഴി കൊടുത്തിരിക്കുന്നത്? റിപ്പോർട്ടിൽ മൊഴി കൊടുത്തിട്ട് എനിക്കറിയത്തില്ല. കണ്ടക്ടറിനെ ഞാൻ പിന്നെ കണ്ടിട്ടില്ലല്ലോ.